ഇൻഷുറൻസ് സംവിധാനം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനിയൻ മുതിർന്ന നേതാവും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡറുമായ മേജർ ജനറൽ മൊഹ്സിൻ റസായി അപകടങ്ങളിൽ ഉൾപ്പെടുന്ന കപ്പലുകൾ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് പരിരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അനുബന്ധ ചിലവുകൾ ഇറാനിയൻ ജനതയല്ല എണ്ണ ഗതാഗതക്കാരാണ് വഹിക്കേണ്ടതെന്നും അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച US ആസ്ഥാനമായുള്ള ന്യൂസ് നേഷന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് കൂടിയായ റസായി പ്രാദേശിക സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ തന്ത്രപ്രധാനമായ ജലപാതയുടെ ഭാവിയെക്കുറിച്ചുള്ള ടെഹ്റാന്റെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. US-ഉമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ഭാവിയെ ഇറാൻ നേതൃത്വം എങ്ങനെ വീക്ഷിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടിയായി ഈ പാത കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട ഫീസും സേവന ചിലവുകളും സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റസായി പറഞ്ഞത്. ഫീസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു ചിലവ് പരാമർശിക്കേണ്ടതുണ്ട്. ടോൾ ചർച്ചയും ഫീസ് ചർച്ചയും നടക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ സേവന ചിലവുകളെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ സമുദ്ര ഇടനാഴിയിൽ സുരക്ഷയും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുവെന്നും റസായി പറഞ്ഞു. അതോടൊപ്പം വാണിജ്യ കപ്പലുകൾക്കായി ഒരു ഇൻഷുറൻസ് ചട്ടക്കൂട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതേ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപകടങ്ങളിൽ പെടുന്നതോ പ്രശ്നങ്ങൾ നേരിടുന്നതോ ആയ കപ്പലുകൾക്ക് അവയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിന് ഒരു ഇൻഷുറൻസ് സംവിധാനം സ്ഥാപിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം നടപടികളുടെ സാമ്പത്തിക ഭാരം ഇറാനിൽ വരരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ നൽകുമ്പോൾ ഈ ചിലവുകൾ ഇറാനിയൻ ജനതയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ കടത്തുന്നവരിൽ നിന്നും ഈ ചിലവുകൾ ഈടാക്കണമെന്നും റസായി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കുന്ന വിഷയം ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ചർച്ചകളുടെ ഭാഗമായി ഒരു പ്രധാന തർക്ക വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ജലപാത ഉപയോഗിക്കുന്ന കപ്പലുകൾ സുരക്ഷയ്ക്കും അനുബന്ധ സേവനങ്ങൾക്കും സംഭാവന നൽകണമെന്ന് ഇറാൻ വാദിച്ചു. അതേസമയം അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെയുള്ള നാവിഗേഷൻ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് ടോൾ അല്ലെങ്കിൽ സമുദ്ര ഗതാഗത ഫീസുകൾക്കുള്ള ഏതൊരു നിർദ്ദേശവും അമേരിക്ക ആവർത്തിച്ച് നിരസിച്ചു. ടെഹ്റാന്റെ ആശയത്തെ വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിലെ ഷിപ്പിംഗ് അല്ലെങ്കിൽ സമുദ്ര പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഇറാൻ കരാറിൽ ഉൾപ്പെടുത്തിയാൽ അത് തനിക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ബുധനാഴ്ച നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു, ഇത് എനിക്ക് അസ്വീകാര്യമായിരിക്കും. കാരണം നമുക്ക് നിരവധി കടലിടുക്കുകൾ ഉണ്ട്. നിങ്ങൾ അവർക്കായി അത് ചെയ്താൽ മറ്റുള്ളവർക്കും നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് മറ്റ് കടലിടുക്കുകളുണ്ട്. ശരി, ഞാൻ അത് എവിടെയും അനുവദിക്കുന്നില്ല. അതെ, അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. സുപ്രധാന കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഗതാഗത ചാർജുകൾ ചുമത്തില്ലെന്ന് ടെഹ്റാൻ വാഷിംഗ്ടണിന് ഔദ്യോഗിക ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ലോകത്തിലെ സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% സുഗമമാക്കുന്ന ആഗോള സമുദ്ര തടസ്സ കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ ഗതാഗത നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അസ്ഥിരതയ്ക്ക് കാരണമായി. വ്യവസായ ആശങ്കകൾ ശമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ടെഹ്റാനിൽ നിന്നുള്ള പ്രതിബദ്ധത അറിയിക്കാൻ ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയെ സമീപിച്ചു. വാണിജ്യ ഷിപ്പിംഗിന് ടോൾ ഇല്ല, ഇൻഷുറൻസ് ചിലവുകളില്ല, മറ്റ് യാതൊരു ചാർജുകളും ഉണ്ടാകില്ലെന്നും ഇറാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ് പറയുന്നു. വ്യക്തമായ നയതന്ത്ര അന്ത്യശാസനത്തോടെ അദ്ദേഹം പ്രതിജ്ഞയുടെ ഗൗരവം അടിവരയിട്ടു. ഇത് തെറ്റായ വിവരമാണെങ്കിൽ ചർച്ചകൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.